ഹായ്, വെൽക്കം ടു സൈലം. എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഹെഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. PYQ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് മുന്നത്തെ സീരീസ് തന്നെയാണ്, പക്ഷേ ഇന്ന് മുതൽ നമ്മൾ ഒരു വേറെ രീതിയിലാണ് കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാരണ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ UPSC പ്രിലിംസിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾ എടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ നമ്മൾ നോക്കുന്നു. അതാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള മെത്തേഡെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചോദ്യങ്ങൾ എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും നോക്കുക. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, അതിൻ്റെ കോൺസെപ്റ്റ് നോക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ 2025 പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസാണ് എടുക്കുന്നത്. ആ 3 ക്വസ്റ്റ്യൻസും തന്നെ ഫിസ്ക്കൽ പോളിസി ആൻഡ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ നോക്കുന്നതിന് മുന്നേ എന്താണ് ഫിസ്ക്കൽ പോളിസി, എന്താണ് ബഡ്ജറ്റ് എന്നുള്ളൊരു ഐഡിയ തരാം. ഫിസ്ക്കൽ പോളിസി ഇസ് എ പോളിസി അനൗൺസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. നമ്മുടെ കേന്ദ്ര സർക്കാർ അനൗൺസ് ചെയ്യുന്നൊരു പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനാണ് അനൗൺസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസ്ക്കൽ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരു പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. എന്താ പബ്ലിക് ഫൈനാൻസ്, പൊതു ധനകാര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഗവൺമെൻറ്റിൻ്റെ റെസീപ്റ്റ്, ഗവൺമെൻറ്റിൻ്റെ വരുമാനം, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ ചെലവ്, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്സ്, ഗവൺമെൻറ്റിൻ്റെ കടം. ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അല്ലെങ്കിൽ ഇത് മൂന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പബ്ലിക് ഫൈനാൻസ്, പൊതുധനകാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഫൈനാൻസിനകത്ത് എന്തൊക്കെ വരും? പബ്ലിക് റെസീപ്റ്റ്, പൊതുവരുമാനം, ഗവൺമെൻറ്റിൻ്റെ വരുമാനം, ദെൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതുചെലവ്, ദെൻ പബ്ലിക് ഡെറ്റ് അല്ലെങ്കിൽ പബ്ലിക് ബോറോയിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഈ ഒരു പബ്ലിക് ഫൈനാൻസിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ റെസീപ്റ്റ് കളക്ട് ചെയ്യാൻ, കൂടുതൽ നികുതി കളക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ടാക്സ് റേറ്റുകൾ കൂട്ടാൻ ഉദ്ദേശിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ചെലവുകൾ, കൂടുതൽ സ്കീംസ് ഒക്കെ അനൗൺസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഗവൺമെൻറ് ഫിസ്ക്കൽ പോളിസി അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പബ്ലിക് ഫൈനാൻസിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി, ധനനയവും നമ്മൾ പറയുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ചേഞ്ചസ് അനൗൺസ് ചെയ്യുന്നത് ഫിസ്ക്കൽ പോളിസിയിലൂടെയാണ്. ഫിസ്ക്കൽ, നോട്ട് ഫിസിക്കൽ, ഫിസ്ക്കൽ പോളിസി. ഇനി ഫിസ്ക്കൽ പോളിസി അനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്നതിനായിട്ട് ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ബജറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലേ ബജറ്റ്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ബജറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എല്ലാ വർഷവും February 1 നമ്മുടെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ പാർലമെൻറ്റിൽ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിന് മാത്രമല്ല ബജറ്റുള്ള, സംസ്ഥാനങ്ങൾക്കുണ്ട്, വ്യക്തികൾക്കുണ്ട്, അതുപോലെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബജറ്റ് തയ്യാറാക്കാറുണ്ട്. കമ്പനികൾക്ക് ബജറ്റ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രിപ്പ് പോവുകയാണ്, അപ്പോൾ അതിൻ്റെ ബജറ്റ് നമ്മൾ നോക്കാറുണ്ടല്ലോ. അതിനകത്ത് എന്താ നോക്കുന്നത്? എത്ര രൂപയാണ് നമുക്ക് ട്രിപ്പിനാകുക, സ്റ്റേ, ഫുഡ്, അതുപോലത്തെ മറ്റു കാര്യങ്ങൾക്കെല്ലാം തന്നെ എന്തുമാത്രം ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്ത് പൈസയാകും നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ബജറ്റ് ഇടുക എന്ന് പറയുന്നത്. വീട് വയ്ക്കുമ്പോൾ ബജറ്റ് നോക്കാറുണ്ട്, ഒരു ബിസിനസ് തുടങ്ങാൻ സമയത്ത് നമ്മൾ ബജറ്റ് നോക്കാറുണ്ട്. അപ്പോൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കാനുള്ള ഒരു എസ്റ്റിമേറ്റ് ഇടുകയാണ്. അപ്പോൾ ആക്ച്വലി ബജറ്റ് എന്ന് പറയുന്ന ഒരു ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സർക്കാരിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതൊരു ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, വിച്ച് ഷോസ് ഒരു ആൻറ്റിസിപ്പേറ്റഡ് റെസീപ്റ്റ് ആൻഡ് ഒരു എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ അപ്കമിങ് ഫിനാൻഷ്യൽ ഇയർ. വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തേക്ക് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്ന വരുമാനം, ഇത്ര രൂപ വരുമാനം കിട്ടും, അതുപോലെ ഇത്ര രൂപ ചിലവാകും എന്ന് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നു. അത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് കാണിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത്, ഒരു ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്നത് April 1 to March 31 വരെയുള്ള പീരീഡിലാണ്. കാരണം എന്താ അതിൻ്റെ പ്രത്യേകത? ഇതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലത്തേക്ക് വേണ്ടിയിട്ടാണ് February 1 ഗവൺമെൻറ് എന്ത് പ്രസൻറ്റ് ചെയ്യുന്നത്? ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഫൈനാൻസ് മിനിസ്റ്ററാണ് പാർലമെൻറ്റിൽ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. എന്താണ് ഫിസ്ക്കൽ പോളിസി, എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഒരു എസ്റ്റിമേറ്റ് ആണ്,
എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അല്ലാതെ നിലവിലത്തെ ഒരു കണക്കല്ല, നിലവിലത്തെ ഗവൺമെൻറ്റിൻ്റെ റെസീപ്റ്റും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും കാണിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതൊരു എസ്റ്റിമേറ്റ് ആണ്. അപ്കമിങ് ഫൈനാൻഷ്യൽ ഇയറിൽ, വരാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഇയറിൽ ഗവൺമെൻറ്റിന് എത്രയാണ് വരുമാനം ചിലവെന്ന് കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രിലിംസിന് ഇത്തവണത്തെ 2025 UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ കോൺസെപ്റ്റിൽ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ക്രിയേറ്റ് എ ലൈബിലിറ്റി ഓർ കോസ് എ റിഡക്ഷൻ ഇൻ ദ അസറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്. പറയുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റ് ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഗവൺമെൻറ് അസറ്റ് കുറയ്ക്കുന്നതിന് കാരണമാകും. ബോറോയിങ്സ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ് എ ലൈബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സംഗതി എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം, ഒരു ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ ബഡ്ജറ്റിന് 2 ഭാഗങ്ങളുണ്ട്. ശ്രദ്ധിക്കുക, ഒരു ബഡ്ജറ്റിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റ്, രണ്ടാമത്തെ ഭാഗം റവന്യൂ ബഡ്ജറ്റ്. ക്യാപിറ്റൽ ബഡ്ജറ്റും റവന്യൂ ബഡ്ജറ്റും. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിനെ തന്നെ എഗെയിൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം. റവന്യൂ ബഡ്ജറ്റിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസീപ്റ്റ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ബജറ്റിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, ക്യാപിറ്റലും റവന്യൂവും. ക്യാപിറ്റലിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസീപ്റ്റ്. റവന്യൂവിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസീപ്റ്റ്. ശ്രദ്ധിക്കുക, ഇവിടെ റവന്യൂ എന്ന് പറയുന്നതല്ല വരുമാനം, റെസീപ്റ്റ് എന്ന് പറയുന്നതാണ് വരുമാനം. ശ്രദ്ധിക്കുക, റവന്യൂ അല്ല വരുമാനം, റെസീപ്റ്റ് ആണ് വരുമാനം. റെസീപ്റ്റ് എന്ന് വെച്ചാൽ റിസീവ് ചെയ്യുന്നത്, കയ്യിലോട്ട് കിട്ടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, റെസീപ്റ്റ് എന്ന് പറയുന്നത്. കയ്യിലോട്ട് കിട്ടുന്ന, റിസീവ് ചെയ്യുന്ന എമൗണ്ട്, പൈസ, ക്യാഷ്, അതിനെയാണ് നമ്മൾ റെസീപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ റെസീപ്റ്റ് കയ്യിലോട്ട് കിട്ടുന്നത്, റവന്യൂ റെസീപ്റ്റ് കയ്യിലോട്ട് കിട്ടുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കയ്യിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ പറയുന്നത് എന്താ? കയ്യിലോട്ട് കിട്ടുന്ന വരുമാനത്തിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നും. കയ്യിൽ നിന്ന് പോകുന്ന ചെലവുകളെയും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നും. ഇനി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് ഈ ഒരു കാറ്റഗറൈസേഷൻ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? പ്രധാനമായിട്ടും ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വരുമാനവും ചെലവുകളും ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് വരിക. നമുക്കൊന്ന് നോക്കാം, വേഗത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, വേഗത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെലവ്, ഒരു എക്സ്പെൻഡിച്ചർ തന്നു, ഗവൺമെൻറ് ഒരു ചെലവ് തന്നു, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് എങ്ങനെ അറിയണം? അതുപോലെ ഒരു റെസീപ്റ്റ് തന്നു, അത് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ എന്ന് എങ്ങനെ നോക്കണം? അപ്പോൾ നോക്കിയേ, ഒരു റെസീപ്റ്റ്, ഒരു വരുമാനം എടുക്കുന്നു, അപ്പോൾ അത് അസറ്റോ ലൈബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ക്യാപിറ്റൽ റെസീപ്റ്റ്. റെസീപ്റ്റ് എന്ന് വെച്ചാൽ വരുമാനം. ഫോർ എക്സാമ്പിൾ, ലോൺ ടേക്കൺ, അതായത് നിങ്ങൾ ലോൺ എടുത്തു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അല്ലേ, അതൊരു വരുമാനമല്ലേ? കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലോട്ട് ക്യാഷിൻ്റെ ഇൻഫ്ലോ ഉണ്ടാകുന്നു. നിങ്ങളിപ്പോൾ SBIയിൽ നിന്ന് ലോൺ എടുത്താൽ കയ്യിലോട്ട് പൈസ വരുന്നു, അപ്പോൾ അതൊരു റെസീപ്റ്റ് അല്ലേ? കയ്യിലോട്ട് പൈസ വരുന്നു, ഒരു റെസീപ്റ്റാണ്. പക്ഷേ അവിടെ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ബാധ്യത ഉണ്ടാകുന്നു അല്ലേ? ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഒന്നാമത്തെ കണ്ടീഷനാണ്. നിങ്ങളുടെ കയ്യിലോട്ട് പൈസ വരുമ്പോൾ അത് റെസീപ്റ്റ് ആണ്. ഇനി അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ ലൈബിലിറ്റി ഇൻക്രീസ് ആകണം. ഒന്നാമത്തെ കണ്ടീഷൻ. 2, നിങ്ങളുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടായിരുന്നു, വസ്തുവോ വീടോ അല്ലെങ്കിൽ ഒരു കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. ആ കമ്പനി നിങ്ങൾ വിറ്റു, സെയിൽ ഓഫ് അസറ്റ്. ആ അസറ്റ് നിങ്ങൾ വിൽക്കുമ്പോൾ കയ്യിൽ പൈസ വരുമല്ലോ അല്ലേ? വസ്തു വിറ്റാലും വീട് വിറ്റാലും അസറ്റ് വിറ്റാലും കയ്യിൽ പൈസ വരും. അപ്പോൾ അത് റെസീപ്റ്റാണ്. പക്ഷേ അവിടെ എന്ത് കുറയും? അസറ്റ് ഡിക്രീസ് ആകുന്നു. അപ്പോൾ ഇതാണ് 2ാമത്തെ കണ്ടീഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കാനുള്ളത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. അപ്പോൾ റെസീപ്റ്റ് തന്നു. റെസീപ്റ്റ് വെച്ചാൽ നിങ്ങളുടെ കയ്യിലോട്ട് ഒരു പൈസ വന്നു. ഇനി അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണോ റവന്യൂ റെസീപ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യുക? ഒന്നാമതായിട്ട് ലൈബിലിറ്റി കൂടുന്നുണ്ടോ? കയ്യിലോട്ട് പൈസ വരുമ്പോൾ നിങ്ങളുടെ ബാധ്യത, ലൈബിലിറ്റി കൂടുന്നുണ്ടോ എന്ന് നോക്കുക. കൂടിയാൽ അത് ക്യാപിറ്റൽ റെസീപ്റ്റ്. ഇനി അടുത്ത 2ാമത്, കൂടിയില്ലാന്നുണ്ടെങ്കിൽ അസറ്റ് കുറയുന്നുണ്ടോ എന്ന് നോക്കുക. കയ്യിലോട്ട് പൈസ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അസറ്റ്, ആസ്തി കുറയുന്നുണ്ടോ എന്ന് നോക്കുക. കുറഞ്ഞാൽ ക്യാപിറ്റൽ റെസീപ്റ്റ്. ഇത് രണ്ടും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നേരെ റവന്യൂ റെസീപ്റ്റിലോട്ട് പോകും.
പറഞ്ഞ് മനസ്സിലായല്ലോ. ഈ രണ്ട് ഇപ്പോൾ ലൈബിലിറ്റി കൂടുകയോ അസറ്റ് കുറയുകയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ ലോൺ ടേക്കൺ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്തു, അസറ്റ് കുറഞ്ഞു, അപ്പോൾ അത് ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ രണ്ട് കണ്ടീഷൻസാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചാൽ ക്യാപിറ്റൽ റെസിപ്റ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ റവന്യൂ റെസിപ്റ്റ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പൈസ പുറത്തോട്ട് പോകുന്നതാണല്ലേ, കയ്യിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചിലവ് എപ്പോഴാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് മാറുക? ഒന്നാമതായിട്ട് റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, അതായത് നിങ്ങൾ ഒരു ലോൺ എടുത്തു, നേരത്തെ ഓൾറെഡി ലോൺ എടുത്തു, അപ്പോൾ ലൈബിലിറ്റി കൂടിയിരുന്നു അല്ലേ, ആ ലോൺ നിങ്ങൾ തിരിച്ചടച്ചു എന്ന് വിചാരിക്കുക ബാങ്കിന്. തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയി, അതൊരു എക്സ്പെൻഡിച്ചറാണ്. പൈസ പോകുമ്പോൾ നിങ്ങളുടെ ബാധ്യതയും കുറയുക. കാരണം ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ SBI നിന്ന് ലോൺ എടുത്തു, 5 ലക്ഷം തിരിച്ചടച്ചാൽ നിങ്ങൾ പൈസ പോയി, പക്ഷേ ബാധ്യത കുറഞ്ഞു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ലൈബിലിറ്റി ഡിക്രീസ് ആകുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ ലൈബിലിറ്റി കുറയുന്നു. രണ്ടാമത് പർച്ചേസ് ഓഫ് അസറ്റ്. നിങ്ങളൊരു വസ്തു മേടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്പനീനെ മേടിക്കുകയാണ്, വീട് മേടിക്കുകയാണ്, അപ്പോൾ കയ്യിൽ നിന്ന് പൈസ പോവില്ലേ, എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടുന്നു? ഒരു അസറ്റ് കിട്ടുന്നു, അസറ്റ് ഇൻക്രീസ് ആകുന്നു. ഇതാണ് രണ്ട് കണ്ടീഷൻസ്. അപ്പോൾ നോക്കി, ഒരു എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന സമയത്ത് ലൈബിലിറ്റി കുറയണം. നിങ്ങൾ ലോൺ തിരിച്ചടച്ചു, ലൈബിലിറ്റി കുറഞ്ഞില്ലേ? ഇനി പർച്ചേസ് ഓഫ് അസറ്റ്, ഒരു അസറ്റ് മേടിച്ചു, അസറ്റ് മേടിക്കുമ്പോൾ കയ്യിൽ നിന്ന് പൈസ പോകുന്നു, ലൈബിലിറ്റി കുറഞ്ഞില്ലേ? കുറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇല്ലയെന്നുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. മനസ്സിലായല്ലോ. ഇല്ലെങ്കിൽ അത് എന്ത് കാറ്റഗറിയിൽ വരും? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് വരും. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി റവന്യൂ റെസീപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ആക്ച്വലി റെക്കറിങ് ആയിട്ടുള്ള ഐറ്റമാണ്. പൊതുവിൽ റെക്കറിങ് ഐറ്റംസ്, റെക്കറിങ് എന്ന് വെച്ചാൽ എന്താ? ആവർത്തിച്ച് വരുന്ന. ഉദാഹരണം, ഗവൺമെൻറ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ സാലറി. ഗവൺമെൻറ് സാലറി കൊടുക്കുന്നു, ഗവൺമെൻറ് കയ്യിൽ നിന്ന് പൈസ പോവുകയല്ലേ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ ലൈബിലിറ്റി കുറയുന്നുണ്ടോ? ഗവൺമെൻറ് ഈ മാസം സാലറി കൊടുത്തു, ബാധ്യത കുറയുന്നുണ്ടോ? ഇല്ല. അടുത്ത മാസവും സാലറി കൊടുക്കണം, അതിനടുത്ത മാസവും സാലറി കൊടുക്കണം അല്ലേ. ഇനി അടുത്ത അസറ്റ് കൂടുന്നുണ്ടോ? എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ ഇല്ല, അസറ്റ് ഒന്നും കൂടുന്നില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ സാലറി കൊടുക്കുന്നത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ റവന്യൂ റെസീപ്റ്റ്, ഇപ്പോൾ ഉദാഹരണം ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടി, അപ്പോൾ സാലറി ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇനി ടാക്സ്, ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടി. ടാക്സ് കിട്ടുമ്പോൾ ലൈബിലിറ്റി കൂടുന്നുണ്ടോ? ടാക്സ് കിട്ടുമ്പോൾ ഇല്ല. ഗവൺമെൻറ്റിൻ്റെ ബാധ്യത കൂടുന്നുണ്ടോ? ഇല്ല. ഗവൺമെൻറ് അസറ്റ്, ആസ്തി കുറയുന്നുണ്ടോ? ഇല്ല. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ടാക്സ് എന്ന് പറയുന്ന ഒരു റവന്യൂ റെസീപ്റ്റ് ആണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ട് ഈ ചോദ്യം ഒന്ന് നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് പറയാൻ പറ്റുമെന്ന് നോക്കിയേ. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ക്രിയേറ്റ് എ ലൈബിലിറ്റി ഓർ കോസ് എ റിഡക്ഷൻ ഇൻ ദ അസറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ്. അതല്ലേ പറഞ്ഞത്? ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് എവിടെ വരും? ഇവിടെ വരും. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്. ക്രിയേറ്റ്സ് എ ലൈബിലിറ്റി, അല്ലെങ്കിൽ ലൈബിലിറ്റി കൂടുന്നുണ്ട്. ഇനി റിഡക്ഷൻ ഓഫ് അസറ്റ് കുറയുന്നുണ്ട് ആണല്ലോ. നോക്കിയേ, ക്രിയേറ്റ് എ ലൈബിലിറ്റി ഓർ കോസ് ഇൻ ദ റിഡക്ഷൻ ഓഫ് അസറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്. ശരിയല്ലേ? ആ പറഞ്ഞത് ശരിയാണല്ലോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആൻസറിൽ വരും. ദെൻ borrowings and disinvestments are capital receipts. borrowings and disinvestments are capital receipts. borrowings ക്യാപിറ്റൽ റെസീപ്റ്റ് ആണോ? ബോറോ ചെയ്യുന്നു, ലോൺ എടുക്കുന്നു, ക്യാപിറ്റൽ റെസീപ്റ്റ് അല്ലേ? ലൈബിലിറ്റി കൂടുന്നു, ക്യാപിറ്റൽ റെസീപ്റ്റ് അല്ലേ? ആണ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? എൻ്റെ കയ്യിലൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ ഷെയറുകൾ ഞാൻ വിൽക്കുന്നു, പൈസ കണ്ടെത്തുന്നു. അതെന്ന് വെച്ചാൽ സെയിൽ ഓഫ് അസറ്റിന് തുല്യമല്ലേ? അസറ്റ് കുറയുന്നു, അപ്പോൾ അതെന്താണ്? അതും ക്യാപിറ്റൽ റെസീപ്റ്റ്. രണ്ടും ശരിയാണ്. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ്സ് എ ലൈബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ലോണുകൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഗവൺമെൻറ്റിന് ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു ആണോ? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ ഒരാൾക്ക് ലോൺ കൊടുത്തു, ഒരാൾക്കോ ഒരു കമ്പനിക്കോ ഒരു സ്ഥാപനം ആർക്കെങ്കിലുമൊക്കെ ലോൺ കൊടുത്തു, 10 ലക്ഷം ലോൺ കൊടുത്തു. അവരതിൽ നിന്നൊരു 10,000 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തന്നു. നിങ്ങൾ കൊടുത്ത ലോണിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടി. നിങ്ങൾക്ക് അവിടെ ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺ ക്രിയേറ്റ് ലൈബിലിറ്റി ആണോ? നിങ്ങൾ ഒരാൾക്ക് കൊടുത്തിട്ടുള്ള ലോൺ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരാൾക്ക് ലോൺ കൊടുത്തു, ആ ലോണിന് ഗവൺമെൻറ് ഇങ്ങോട്ട് പലിശ കിട്ടുകയാണ്.
അത് ഗവൺമെൻറ്റിന് ബാധ്യതയാണോ? എനിക്ക് പലിശ വേണ്ട കേട്ടോ, ഇതെനിക്ക് ബാധ്യതയാണെന്നാണോ ഗവൺമെൻറ് പറയുന്നത്? അല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ് എന്ന് പറയുമ്പോൾ 3 എല്ലാം നമുക്ക് ഒഴിവാക്കി ഓപ്ഷൻ എ 192 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് ആദ്യമേ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ഒരുവിധം ഈ പറയുന്ന ഏരിയ പഠിച്ചിട്ട് പോകുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഈ ചോദ്യം സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. കാരണം 1ഉം 2ഉം അറിയില്ലെങ്കിൽ പോലും 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇങ്ങോട്ട് വരുന്നൊരു സാധനം അതെനിക്ക് അർഹതപ്പെട്ട ഒരു സാധനമാണ്. ഞാനൊരാൾക്ക് ലോൺ കൊടുത്തപ്പോൾ എനിക്ക് അയാൾ ഇങ്ങോട്ട് തരുന്ന പലിശ അതെൻ്റെ ബാധ്യതയാണോ? അല്ല, അത് അയാളുടെ ബാധ്യതയാണ്, എൻ്റെ ബാധ്യത അല്ല. ഇൻട്രസ്റ്റ് ബാധ്യത അല്ല, എന്നിരുന്നാലും അദ്ദേഹം എനിക്ക് തരുന്ന പൈസ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യത, ലൈബിലിറ്റി അല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിയാൽ നമുക്ക് എലിമിനേഷനിലൂടെ ഓപ്ഷൻ എ ആൻസർ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോയാൽ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്ന റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡെഫിസിറ്റ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? ഡെഫിസിറ്റ് അതായത് എൻ്റെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ എൻ്റെ ചിലവ് ആ പൈസേനേക്കാളും കൂടുതൽ. അതായത് എൻ്റെ കയ്യിൽ വരുമാനമുണ്ട്, ആ വരുമാനത്തിനേക്കാളും കൂടുതലാണ് എൻ്റെ ചിലവെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ റെസീപ്റ്റ് വരുമാനം എന്ന് പറയുന്നത് ഒരു 10 ലക്ഷമാണെന്ന് വിചാരിക്കുക. എന്നാൽ എൻ്റെ എക്സ്പെൻഡിച്ചർ ചിലവെന്ന് പറയുന്നത് ഒരു 12 ലക്ഷമാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കവിടെ ഒരു 2 ലക്ഷം എന്ന് പറയുന്നത് എൻ്റെ വരുമാനത്തിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുക. അപ്പോൾ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം, എക്സ്പെൻഡിച്ചർ വരുമാനത്തിൻ്റെ മുകളിൽ ചിലവ് വരുമ്പോഴാണ് അതിനെ നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുക. അപ്പോൾ ഡെഫിസിറ്റിൻ്റെ ഫോർമുല എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ 2 ലക്ഷം എങ്ങനെ കിട്ടും? 12 ലക്ഷം മൈനസ് 10 ലക്ഷം ചെയ്യുമ്പോഴല്ലേ 2 ലക്ഷം കിട്ടുക. അതായത് എക്സ്പെൻഡിച്ചർ മൈനസ് റെസീപ്റ്റ് ആണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിസിറ്റിൻ്റെ ബേസിക് ഫോർമുല ചിലവിൽ നിന്ന് വരുമാനം കുറയ്ക്കുക, അല്ലാതെ വരുമാനത്തിൽ നിന്ന് ചിലവ് കുറയ്ക്കുക എന്നല്ല, ചിലവിൽ നിന്ന് വരുമാനം കുറയ്ക്കുക. ഇനി ബഡ്ജറ്റിനകത്ത് കുറേ ഡെഫിസിറ്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 3 ഡെഫിസിറ്റുകൾ മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. ഒന്നാമത്തത് റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ഡെഫിസിറ്റിൻ്റെ ഫോർമുല എക്സ്പെൻഡിച്ചർ മൈനസ് റെസീപ്റ്റ് ആണെങ്കിൽ റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഫോർമുല റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്. അതായത് റവന്യൂ ചെലവിൽ നിന്ന് റവന്യൂ വരുമാനം കുറയ്ക്കുക. നോക്കിയേ, ഇത് തന്നെയാണ് സംഭവം. കണ്ടോ? ഈ ചെലവിൽ നിന്ന് ഈ വരുമാനം കുറയ്ക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസീപ്റ്റ് കുറച്ചാൽ നമുക്ക് കിട്ടും റവന്യൂ ഡെഫിസിറ്റ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ കമ്മി എന്ന് വെച്ചാൽ, റവന്യൂ എന്ന് വെച്ചാൽ ദൈനംദിന വരുമാനമാണ് ഗവൺമെൻറ്, അല്ലേ? റവന്യൂ ചിലവെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന ചിലവാണ്. റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന വരുമാനം. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ദൈനംദിന ഡെഫിസിറ്റ്. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ഡേ ടു ഡേ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഡേ ടു ഡേ വരുമാനം കൊണ്ട് പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ സാലറി കൊണ്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനോ അതുപോലെ തന്നെ സിനിമ കാണാനോ വണ്ടിയിൽ പെട്രോൾ അടിക്കാനോ പറ്റുന്നില്ല. നിങ്ങളുടെ ഫുഡ് കഴിക്കാൻ വരെ നിങ്ങൾ കടം എടുക്കുന്നു. അതാണ് റവന്യൂ ഡെഫിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? റവന്യൂ ഡെഫിസിറ്റ്. ഇനി മറ്റൊരു ഡെഫിസിറ്റാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റിൽ റവന്യൂ ബഡ്ജറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. കണ്ടോ? ശ്രദ്ധിച്ച് നോക്കുക, റവന്യൂ ബഡ്ജറ്റ് മാത്രമേ റവന്യൂ ഡെഫിസിറ്റിൽ എടുക്കുന്നുള്ളൂ. ക്യാപിറ്റൽ ബഡ്ജറ്റ് വരുന്നില്ല അവിടെ. മനസ്സിലായോ? ക്യാപിറ്റൽ ബഡ്ജറ്റിനെ പറ്റി റവന്യൂ ഡെഫിസിറ്റിൽ പറയുന്നേ ഇല്ല. റവന്യൂ ബഡ്ജറ്റിനെ പറ്റി മാത്രമേ എവിടെ പറയുന്നുള്ളൂ? റവന്യൂ ഡെഫിസിറ്റ് പറയുന്നുള്ളൂ. കാരണം ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? റവന്യൂ ഡെഫിസിറ്റ് കിട്ടുക. മനസ്സിലായോ? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസീപ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് കിട്ടുക. എന്നാൽ ഇവിടെ അതിനെപ്പറ്റി പറയും, ക്യാപിറ്റൽ ബഡ്ജറ്റിനെ പറ്റി റവന്യൂ ഡെഫിസിറ്റ് പറയുന്നില്ല. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റും കൂടെ ഉൾപ്പെടുത്തി നമുക്കൊരു ഡെഫിസിറ്റ് കണ്ടുപിടിച്ചാലോ? അതായത് നിങ്ങൾ നോക്കിയേ, എൻ്റെ ഫോർ എക്സാമ്പിൾ നോക്കുക, എനിക്ക് അടുത്ത വർഷം ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എൻ്റെ ദൈനംദിന ചിലവുകൾ, എൻ്റെ വസ്ത്രം വാങ്ങണം, ഭക്ഷണം വാങ്ങണം, എല്ലാത്തിനും കൂടെ ഒരു 5 ലക്ഷം രൂപയാണ് ഞാൻ അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത്, 5 lakhs. ഇനി എൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കാർ മേടിക്കണമെന്നുണ്ട്. അതിനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 15 ലക്ഷം രൂപയാണ് ചിലവായിട്ട് പ്രതീക്ഷിക്കുന്നത്. ടോട്ടൽ നെക്സ്റ്റ് ഇയർ എനിക്കൊരു 20 ലക്ഷം രൂപ ഞാൻ എൻ്റെ ചിലവായിട്ട് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നെക്സ്റ്റ് ഇയർ എൻ്റെ വരുമാനം, എൻ്റെ സാലറിയിൽ നിന്ന് ഒരു റവന്യൂ റെസീപ്റ്റ്, എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ എൻ്റെ റവന്യൂ റെസീപ്റ്റ് അല്ലേ, അതിൽ നിന്ന് എനിക്കൊരു 3 ലക്ഷമാണ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിനുശേഷം എൻ്റെ ക്യാപിറ്റൽ റെസീപ്റ്റ്, അതായത് എൻ്റെ വസ്തു വിൽക്കുന്നു, എൻ്റെ വീട് വിൽക്കുകയോ എൻ്റെ അസറ്റ് വിറ്റിട്ട് എനിക്ക് പൈസ കിട്ടുന്നു, അതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ. അപ്പോൾ ടോട്ടൽ എൻ്റെ
വരുമാനം എന്ന് പറയുന്നത് 18 ലക്ഷം രൂപ. അപ്പോൾ ശ്രദ്ധിക്കുക, ടോട്ടൽ എക്സ്പെൻഡിച്ചർ 20 ലക്ഷം, പക്ഷേ ടോട്ടൽ റെസീപ്റ്റ് 18 ലക്ഷമേ ഉള്ളൂ. മനസ്സിലായല്ലോ? റവന്യൂ എക്സ്പെൻഡിച്ചർ ദൈനംദിന ചെലവ്, റവന്യൂ റെസീപ്റ്റ് ദൈനംദിന വരുമാനം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസീപ്റ്റും. അപ്പോൾ അടുത്ത വർഷം എനിക്ക് 20 ലക്ഷം രൂപയുടെ ചിലവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ ടോട്ടൽ 18 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് 2 ലക്ഷം രൂപയുടെ കുറവുണ്ട്. അത് മറികടക്കാനായിട്ട് ഞാൻ കടമെടുക്കും. ബോറോയിങ്സ്, 2 ലക്ഷം രൂപ ഞാൻ ബോറോയിങ്സ് എടുക്കുന്നു. അപ്പോൾ ഇപ്പം ടോട്ടൽ എത്രയായി? 20 ലക്ഷം ആയില്ലേ? കറക്റ്റ് കണക്കായില്ലേ? ആയല്ലോ. 2 ലക്ഷം രൂപ ബോറോയിങ്സ് എടുക്കുന്നു. ഈ 2 ലക്ഷം രൂപേനെയാണ് എന്തെന്ന് പറയുന്നത്? എൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മുഴുവൻ ചെലവും മീറ്റ് ചെയ്യാൻ എൻ്റെ മുഴുവൻ വരുമാനത്തിനും പറ്റാതെ വന്നപ്പോൾ ഞാൻ ലോൺ എടുത്തു ഈ വർഷം. ആ ലോണിനെയാണ് എൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഈ ബോറോയിങ്സ്, കടമെടുക്കുന്നതും ഒരു കൈൻഡ് ഓഫ് ക്യാപിറ്റൽ റെസീപ്റ്റ് അല്ലേ? ക്യാപിറ്റൽ റെസീപ്റ്റ്, ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്, കടമെടുക്കുന്ന ക്യാപിറ്റൽ റെസീപ്റ്റ്. അപ്പോൾ ഈ വർഷം എൻ്റെ മുഴുവൻ ചിലവുകൾ മീറ്റ് ചെയ്യാൻ എൻ്റെ മുഴുവൻ വരുമാനത്തിന് പറ്റാതെ വന്നപ്പോൾ ഞാൻ കടമെടുത്തു 2 ലക്ഷം. അതാണ് എൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ ഫോർമുല എന്താ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ 20 ലക്ഷം. അപ്പോൾ നമുക്ക് 2 ലക്ഷമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കിട്ടാനുള്ളത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്, കടമല്ലാത്ത ടോട്ടൽ റെസീപ്റ്റ്, അതായത് 20 ലക്ഷം മൈനസ് കടമല്ലാത്ത എത്രയാ? 18 ലക്ഷം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 2 ലക്ഷം. മനസ്സിലായല്ലോ? ഇതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ധനക്കമ്മി നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ആ വർഷത്തെ ബോറോയിങ്സ്, കടമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നൊരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, ഇനി അതിനുശേഷം മറ്റൊരു ഡെഫിസിറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ പേരാണ് പ്രൈമറി ഡെഫിസിറ്റ്. എന്താ പ്രൈമറി ഡെഫിസിറ്റ്? പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്താ? സിമ്പിളാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. എന്താ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്? ഗവൺമെൻറ് ഒരുപാട് ലോണുകൾക്ക് പലിശ കൊടുക്കാറുണ്ട് അല്ലേ? ഗവൺമെൻറ് ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്, അതിനെല്ലാം അങ്ങോട്ട് പലിശ കൊടുക്കണ്ടേ? അതുപോലെ ഗവൺമെൻറ് ഒരുപാട് ലോണുകൾ കൊടുത്തിട്ടുണ്ട് പല ആൾക്കാർക്കും, അതിന് ഇങ്ങോട്ട് പലിശ കിട്ടാറുണ്ട്. അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് കൊടുക്കുന്ന പലിശ മൈനസ് ഗവൺമെൻറ്റിന് കിട്ടുന്ന പലിശ, അതാണ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, പലിശ അടവുകളെന്ന് പറയും. അപ്പോൾ പലിശ എന്ന് പറയുന്ന ഘടകം, ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഘടകത്തിനെ മാറ്റി നിർത്തിയാൽ നമുക്ക് എന്തുമാത്രം ഡെഫിസിറ്റ് ഉണ്ട്? അതാണ് നമ്മുടെ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഡെഫിസിറ്റാണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലാതെ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? പ്രൈമറി ഡെഫിസിറ്റ് കിട്ടുക. ഇനി ആ ചോദ്യത്തിലോട്ട് പോയാലോ? ചോദ്യം അറിയാമെന്നുള്ളവരാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം ആൻസർ. സപ്പോസ് ദ റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് 80,000 crore. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട് എത്രയാണ്? 80,000 crore ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ റവന്യൂ റെസീവ്ഡ് ഓഫ് ദ ഗവൺമെൻറ് ഇസ്, റവന്യൂ റെസീവ്ഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 60,000 crore ആണെന്ന് തന്നിട്ടുണ്ട്, 60,000 ആണ് തന്നിട്ടുണ്ട്. ദ ഗവൺമെൻറ് ബഡ്ജറ്റ് ഓൾസോ ഷോസ് ബോറോയിങ്സ്, ഈ വർഷത്തെ കടം എത്രയാണ് തന്നിട്ടുണ്ട്? 10,000 ആണെന്ന് തന്നിട്ടുണ്ട്. കണ്ടല്ലോ, 10,000 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 6,000. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്? 6,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കണക്കുകളാണ് ചോദ്യത്തിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റവന്യൂ ഡെഫിസിറ്റ് ഇസ് 20,000. റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഫോർമുല എന്താ? സിമ്പിൾ അല്ലേ? റവന്യൂ എക്സ്പെൻഡിച്ചറിന് റവന്യൂ റെസീപ്റ്റ് കുറയ്ക്കുക. 80,000 60,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20,000. കറക്റ്റ്. അടുത്ത 2, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇസ് 10,000 crore. പക്ഷേ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇസ് ദ കറണ്ട് ഇയർ ബോറോയിങ് മെയ്ഡ് ബൈ ദ ഗവൺമെൻറ്. അല്ലേ? ഈ വർഷം എത്രയാണോ ഗവൺമെൻറ് എടുത്ത കടം, അത് തന്നെയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഡയറക്റ്റ് ആൻസർ എഴുതാം. എത്രയാ? 10,000. നോക്കിയേ, കറക്റ്റ്. പ്രൈമറി ഡെഫിസിറ്റ് ഈസ് 4,000. പ്രൈമറി ഡെഫിസിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ലാസ്റ്റ് പറഞ്ഞ ഫോർമുല എന്താണ്? പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറയ്ക്കുക. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണെന്ന് പറഞ്ഞു? ഇവിടെ 10,000 ആണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 6,000 കുറച്ചാൽ 4,000. മൂന്നും കറക്റ്റാണ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മൂന്നും തന്നെ കറക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, 1, 2 and 3. മനസ്സിലായല്ലോ? അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് 20,000 എങ്ങനെ കിട്ടി? റവന്യൂ എക്സ്പെൻഡിച്ചറിന് റവന്യൂ റെസീപ്റ്റ് കുറച്ചു. ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റ് എങ്ങനെ കിട്ടി? 10,000. അത് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ബോറോയിങ്സ് ആണെന്ന്. ഇനി പ്രൈമറി ഡെഫിസിറ്റ് എങ്ങനെ കിട്ടി? ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ഡി ആണ്. അപ്പം നിങ്ങൾ
വായിച്ചിട്ട് മനസ്സിലാകാത്ത ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഈ പറഞ്ഞിട്ട് കേട്ടിട്ട് ക്ലിയർ ആകാത്ത ആൾക്കാരാണെങ്കിൽ കമൻറ്റിലിട്ടാൽ നമ്മൾ ഒന്നും കൂടെ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആക്കി തരാം. ഇനി ലാസ്റ്റ് ചോദ്യം, മൂന്നാമത്തെ ചോദ്യം 2025 തന്നെ ചോദിച്ചത് നോക്കിയേ. കൺട്രീസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് സ്റ്റാൻഡ്സ് അറ്റ് 50,000 crore. അപ്പോൾ നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൊടുത്തിട്ടുണ്ട് 50,000 കോടിയാണെന്ന്. അതിനുശേഷം റിസീവിങ് 10,000 crore ത്രൂ നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീവ്ഡ്. നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ് 10,000 കോടിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. കൺട്രീസ് ഇൻട്രസ്റ്റ് ലൈബിലിറ്റീസ് പലിശ അടവ് 1,500 കോടിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി ഡെഫിസിറ്റ് എത്ര എന്നാണ് ചോദ്യം. അറിയാമെന്നുള്ളവർ വീഡിയോ പോസ് ചെയ്ത് ആൻസർ കമൻറ്റ് ചെയ്യാം കേട്ടോ. സിമ്പിളാണ്, പക്ഷേ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സാധനം അനാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 10,000. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പ്രൈമറി ഡെഫിസിറ്റ് ഇസ് ഈക്വൽ ടു ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഇവിടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 50,000 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് 1,500 എന്ന് കൊടുത്തിട്ടുണ്ട്. 50,000 മൈനസ് 1,500 48,500. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 10,000 വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. 10,000 ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. 10,000 നിങ്ങൾ ഒഴിവാക്കൂ. 10,000 കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. 10,000 നോക്കേണ്ട ആവശ്യമില്ല, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് അല്ലേ. ഇവിടുത്തെ ആൻസർ ഏത്? ഓപ്ഷൻ എ 48,500. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും 2025 എന്ന് പറയുന്ന ഒരൊറ്റ വർഷം പ്രിലിംസിന് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഭയങ്കര സിമ്പിളാണ്. ഞാനിപ്പോൾ ഒരു 20-25 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ 3 ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റി അല്ലേ. 3 ചോദ്യം ഈസ് ഈക്വൽ ടു 6 മാർക്സ് ആണ്. അപ്പോൾ ഓരോ മാർക്കും കട്ട് ഓഫ് നിർണ്ണയിക്കുന്ന ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ വ്യക്തമായിട്ട് നോക്കിയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഫിസ്ക്കൽ ഡെഫിസിറ്റ് അതുപോലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പറയുന്ന 2025 തന്നെ ചോദിച്ചിട്ടുള്ള വേറൊരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.